നമസ്കാരം. നമ്മളിപ്പോൾ കൊല്ലത്ത് പടപ്പക്കര പടക്കപ്പൽക്കര എന്നാണ് പഴയ പേര്. അതിന് പടപ്പക്കര എന്നാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. പടക്കപ്പൽക്കര എന്ന പേര് വരാൻ കാരണം മൺട്രോ തുരുത്ത് ഇതിനടുത്ത പ്രദേശം. മൺട്രോ എന്ന് പറയുന്നത് കേണൽ മൺട്രോ എല്ലാവർക്കും അറിയാം. ബ്രിട്ടീഷുകാരനായിരുന്നു. ഇവിടെ ഭരിച്ചിരുന്ന ഒരു ദിവാൻ അല്ലേ, എന്താണ് ദിവാനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥലമായത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് മൺട്രോ തുരുത്ത് എന്നറിയപ്പെടുന്നത്. മൺട്രോ തുരുത്തിൻ്റെ അടുത്താണ് ഈ പടപ്പക്കര എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ആ കാലഘട്ടത്തിൽ പടക്കപ്പലൊക്കെ വരാൻ പാകത്തിൽ വലിയ ആഴമുള്ള കായലുണ്ടായിരുന്നുകൊണ്ട് പടക്കപ്പൽ വന്നിരുന്നു. പടക്കപ്പൽ കരയായി, പിന്നെ അത് പടപ്പക്കരയായി. പടപ്പക്കരയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ ഉള്ളത് കുതിരമുനമ്പ് റിസോർട്ട്. ഈ ഒരു കുതിരമുനമ്പ് പോലെ ഒരു 3 വശവും കായലാൽ ചുറ്റപ്പെട്ട് കിടക്കും. കുതിരയുടെ ഷേപ്പ് ഉണ്ടായിരുന്നു. ഈ ഇങ്ങനെ ഒരു കുന്ന്, ഇതിന്റെ നടുക്കൂടെ കുന്നുണ്ടായിരുന്നു. അതിന് കുതിരയുടെ ഷേപ്പ് ഇതിപ്പോ നമ്മളതങ്ങ് ലെവലാക്കി. ഇപ്പൊ ഇതിന്റെ ഷാജി സാറാണ് ഈ കുതിരമുനമ്പ് റിസോർട്ടിന്റെ. നമസ്കാരം സാർ. അദ്ദേഹം ഇത് ചെയ്യുന്നു. ഇദ്ദേഹം ഇത് നടത്തുന്നത് മാത്രമല്ല, ഇതിന്റെ ഓൾ ഇൻ ആളായിട്ട് ഏറ്റവും സെറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? അതാണ് ഞാൻ കണ്ടൊരു പ്രത്യേകത. ഇവിടെ ഭക്ഷണം കഴിക്കാനാണ് ആളുകൾ ഇവിടെ വരുന്നത് പ്രധാനമായിട്ടും, ഞാൻ മനസ്സിലാക്കി. അതാണോ ഭക്ഷണം കഴിക്കും? ഇവിടെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പീഡ് ബോട്ട് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് റെസ്റ്റോറൻറ്റ് മാതിരി പ്രവർത്തിക്കുന്നില്ല. തലേന്ന് വല്ലതും വിളിച്ചു പറഞ്ഞാൽ നമ്മളത് ചെയ്തു കൊടുക്കും. അതന്നെ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കുറച്ച് പേരുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗതറോ അല്ലെങ്കിൽ ഒരു വെഡിങ് റിസപ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഒരു ഗ്യാതറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു 20 പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ 50 പേര് വരുന്നുണ്ട്, 100 പേര് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ കായൽ വിഭവങ്ങളുടെ ഒരു നല്ല ഭക്ഷണം വേണമെന്ന് നേരത്തെ പറഞ്ഞാൽ അത് ഇവിടെ അറേഞ്ച് ചെയ്ത് ഫ്രഷ്. പിന്നെ നമുക്ക് വേറെ 1-2 പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കായലിൽ ഇറങ്ങി നിൽക്കാം. ഒരു 50-100 മീറ്റർ ഒരു 2 അടി 3 അടി വെള്ളമേ ഉണ്ടാവും. ലേഡീസ് ഉൾപ്പെടെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാറുണ്ട്. അത്യാവശ്യം നമുക്ക് ഈ സ്പീഡ് ബോട്ടിൽ മൺട്രോ തുരുത്തെല്ലാം ഇങ്ങനെ കറങ്ങി വരാം. അതിൽ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പം ചെയ്തതുമാതിരി നമ്മൾ മൺട്രോ ഐലൻഡിൽ നിന്ന് ഈ ഷിക്കാര ബോട്ടുകൾ ഹയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങളൊന്ന് കറങ്ങി. അതെ. ഇത് കണ്ടൽ കാടുകളാണ്. കണ്ടൽ കാടുകൾ സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കൾ ചെറിയ പാട്ടുകൾ ആരെയാണ്. എത്ര വർഷമായിട്ട് സ്ഥാപനം തുടങ്ങി? 5 years ആയി. അതുകൊണ്ട് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലും ഫംഗ്ഷനുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. പൊതുവെ ഈ പരിസരങ്ങളിലുള്ളവരാണോ ദൂരെ നിന്നുള്ളവരാണോ വരുന്നത്? ദൂരെ പരിസരത്തുള്ളവരൊക്കെ ഇവിടെ കുറിച്ച് നല്ല ഐഡിയ ഉണ്ടല്ലോ. പരിസരം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് കൊല്ലം, തിരുവനന്തപുരം ഏരിയ ആണോ? ട്രിവാൻഡ്രത്തുനിന്ന് ആൾക്കാർ ശരിയായിട്ട് വരാറുണ്ട്. അവരുടെ ഫംഗ്ഷനൊക്കെ നടത്തും. പിന്നെ നമ്മുടെ നാട്ടില് ബന്ധുക്ക അങ്ങനൊരു അതർ ജില്ലയിൽ നിന്നൊക്കെ ഏത് പാർട്ടി വന്നാലും ഇവിടെ ആയിരിക്കും നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അവരിങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാഞ്ഞിരോട് കായലിലെ കരിമീൻ. ഈ കരിമീൻ ഇത്രയും ടേസ്റ്റ് എന്താണെന്ന് റിസർച്ച് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത്ര ടേസ്റ്റാണത്. പക്ഷേ പലരും കബളിപ്പിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ എവിടെങ്കിലും കുണ്ട്ര മാർക്കറ്റിൽ നിന്ന് എവിടെന്നെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കാഞ്ഞിരോട് കായലിലെ കരിമീനാണ്. പക്ഷേ അത് മേടിച്ചെന്നെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും. നമുക്ക് ഇവിടെ രാവിലെ കരിമീൻ കിട്ടും. ഈ ചെറിയ ബോട്ടുകൾ മീൻ പിടിച്ചിട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുതരും. നമ്മുടെ അവിടെ അവർ വിൽപ്പനയും നടത്താറുണ്ട്. വില കൂടുതലായിരിക്കും. നമ്മൾ ആ കരിമീൻ മേടിച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യം കഴിക്കുന്നവരെ അത് ഇഷ്ടപ്പെട്ട് വീണ്ടും വരും. അത് ഇത്ര ടേസ്റ്റ് കരിമീനാണ് നമ്മളിവിടെ മെയിനായിട്ട്. കരിമീനും ഞണ്ട്, കൊഞ്ച്. ഇവിടുത്തെ ഞണ്ട്, കൊഞ്ച്, കണമ്പ് കണക്കുള്ള മീനുകൾ കിട്ടും. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളിൽ നമുക്ക് എന്തൊക്കെ വരും? ഇന്ന് കൊഞ്ച്, ഞണ്ട് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. കപ്പ, ഞണ്ട്. ആഹാ, ഇതെന്താ? ബീഫ് ഉണ്ട്. ഞണ്ട്. ആഹാ, ബീഫ്, അവിയല്, വെജിറ്റബിൾസ്, ബാക്കി ഐറ്റംസ് വരാനുണ്ടല്ലേ? ഇത് പിന്നെ അവിയൽ, തോരൻ തുടങ്ങിയ സാധനങ്ങൾ, സാമ്പാർ, പുളിശ്ശേരി തുടങ്ങിയ ഐറ്റംസ് ഉണ്ട്. ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ കഴിക്കണമെന്ന് തോന്നുന്നില്ല. ആവി പറക്കുന്ന ചോറ് എത്തിയിട്ടുണ്ട്. കൊതിയൂറുന്ന ഭക്ഷണങ്ങൾ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്.
ഇത് രണ്ടും കൂടെ ശരിക്കും നമുക്ക് വിഭവസമൃദ്ധമായ ആഹാരം കഴിക്കുക, കൂടിച്ചേർന്ന് കഥ പറഞ്ഞ് നല്ലവണ്ണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയാന്നുള്ള ഒരു പിന്നെ സന്തോഷം. അതല്ല സാർ, അതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 3 സൈഡ് കായലുണ്ട്. കാറ്റില്ലാത്ത ഒരു സമയം വളരെ റേറാണ്. അതെ അതെ, ഏതെങ്കിലും ഡയറക്ഷനിൽ ഏതെങ്കിലും ഡയറക്ഷനിൽ കാറ്റടിച്ചല്ലേ, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇവിടെ ചെറിയൊരു പാർക്ക്, ചെറിയല്ല വിശാലമായൊരു പാർക്കുണ്ട്. മരങ്ങളൊക്കെ എല്ലാം ഞാൻ വച്ച് പിടിപ്പിച്ചെടുത്തതാണ്. വലിയ ചൂട് ഫീൽ ചെയ്യത്തില്ല. നല്ല തണുപ്പാണ് ഇപ്പോഴും. നല്ല പൊങ്ങാനുണ്ട് അത് മരം കറക്റ്റാകത്ത. അപ്പോൾ എത്ര പേർക്ക് വന്നാലും അവിടെ കളിച്ചും ചിരിച്ചും വെള്ളം വെച്ചും ഒക്കെ അവിടെ ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കുതിരമുനമ്പ് റിസോർട്ടിൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാണ്, അന്ന് ചെയ്തോളൂ സാർ. ഓക്കെ, നമുക്ക് ആ പാർക്ക് കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ എത്ര കുട്ടികളായാലും വലിയവരായാലും വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൽ ഇരുന്ന് സമയം കളയാനായിട്ട് അല്ലെങ്കിൽ സമയം ചിലവഴിക്കാനായിട്ട് ആനന്ദകരമായി ചിലവഴിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇരുന്ന് അല്പസമയം കാറ്റ് കൊള്ളാനോ സല്ലപിക്കാനോ ഒക്കെ പറ്റുന്ന സൗകര്യമുണ്ട് ഇവിടെ. ഇതായതുണ്ടോ, 3 വശവും കായലാണ്. അപ്പുറത്ത് കായൽ, നേരെ കായൽ, ഇവിടെ കായലും. ഇതൊരു മുനമ്പാണ്. കുതിര മുനമ്പെന്ന് പറയുന്നത് ശരിക്കും ഒരു മുനമ്പ് തന്നെയാണ്. ഇവിടെയാണ് ഈ പറഞ്ഞ പോലെ വെള്ളത്തിലിറങ്ങാം, ഇവിടെ കളിക്കാൻ വെള്ളം വയ്ക്കുകയും ചെയ്യാം. ഇവിടെ വെള്ളത്തിലിറങ്ങാം, ഇവിടെ ആഴമൊന്നുമില്ല, സേഫായിട്ട് ഇവിടെ കുട്ടികൾക്ക് സ്ത്രീകൾക്കൊക്കെ വേണമെങ്കിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. ഇത് ശുദ്ധജലമാണ്, വലിയ ഇതൊന്നുമില്ല. അത് അങ്ങോട്ട് നടന്നു പോകാമെന്നാണ് പറയുന്നത്. നടന്നു പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമുണ്ട്. അതൊരു ദ്വീപാണ്, ഒരു ആൾതാമസം ഇല്ലാത്തൊരു ദ്വീപാണ്. അങ്ങോട്ട് നടന്നു പോകാൻ തിരിച്ചും വരാം. അവിടെ കുറേ പേര് എൻജോയ് ചെയ്യുന്നു. അവിടെ എന്താണ് എൻജോയ്മെൻ്റ് എന്ന് നമുക്ക് നോക്കാം. വരൂ. പോലെ ഉണ്ടല്ലോ ഇവിടെ ഒരു കുടുംബ സംഗമം നടക്കുന്ന പോലെ ഉണ്ട്. ഒരുപാട് കുടുംബാംഗങ്ങൾ കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കുതിര മുനമ്പിൽ തന്നെയാണ്. ഞാൻ ബാക്കിൽ വരാം ഫോട്ടോ എടുക്കാൻ. അവിടെ ഓക്കെ, ഭക്ഷണമൊക്കെ അവിടെ റെഡി ആവുന്നു. എളുപ്പം താമസിച്ചാൽ കിട്ടത്തില്ലേ, പറയാം. എല്ലാവരും വിശന്നിരിക്കുകയാണ്. ഇവരിങ്ങനെ എല്ലാവരും കൂടെ ഇത് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് വന്നാൽ എൻജോയ് ചെയ്യാൻ വളരെ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലെ ഹട്ടുകൾ പോലെയുണ്ട്. ഇവിടെ കൂടിയിരുന്ന് ചർച്ചയൊക്കെ ചെയ്യാം. ബിസിനസ് മീറ്റുകൾ നടത്തിയാലും കുഴപ്പമില്ല, അതല്ലാതെ സൗഹൃദ സംഭാഷണങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. കേരള കൗളിങ്ങിൻ്റെ യാത്രക്കിടയിൽ നമ്മൾ കണ്ട ഒരു സന്തോഷ നിമിഷം അല്ലെങ്കിൽ ഒരു ഉല്ലാസ കേന്ദ്രം ആണ് ഈ കുതിരമുനമ്പ് റിസോർട്ട്. ഒരു 1 ഡേ ഔട്ടിങ്ങിന് ഫാമിലിയായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് അല്ലെങ്കിൽ മറ്റ് വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകരുമായിട്ട് ഒക്കെ വന്നൊന്ന് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലം. ധൈര്യമായിട്ട് പോരൂ. കുതിരമുനമ്പ് റിസോർട്ട്, പടപ്പക്കര. നമുക്ക് നാളെ കാണാം.